ഇനിയുള്ള ദിവസങ്ങൾ പന്തക്കുസ്തായ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയാത്ത നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈ ഒരു അനുഭവമില്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം വ്യർത്ഥമായി പോകും, ശൂന്യതയായി പോകും. ബൈബിൾ വചനം കാണാതെ പഠിക്കും, വ്യാഖ്യാനങ്ങൾ നടത്താം, വചനപ്രഘോഷണം നടത്താം. പക്ഷെ ആത്മാവിൽ ആനന്ദമില്ലെങ്കിൽ, ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഹൃദയം തുടിക്കുന്നൊരവസ്ഥ, എൻ്റെ കർത്താവ് എന്നെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുതൽ നൽകിയെന്ന് ഒരാത്മാവ് ഉച്ചത്തിൽ ആനന്ദിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്തുവിലുള്ള ഉത്ഥാനം. അല്ലാത്തത് മാനുഷികപരമായ ഉത്ഥാനമാണ്, മാനുഷികപരമായ ആഘോഷമാണ്. അല്ലാത്തത് ക്രിസ്തുവിലുള്ള ഉത്ഥാനാനുഭവമല്ല. ഭയത്തിന്റെ ആത്മാവല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്. ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തം. വീണ്ടും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പോയിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോയിട്ടും ഒരു ധ്യാനം കൂടിയിട്ട് പോയിട്ടും എന്നും ഈ അസ്വസ്ഥതയാണല്ലോ. അത് ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ലത്. പിന്നെ എന്തുകൊണ്ട് എനിക്കിത് വരുന്നത്? എൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ ശക്തി നിറയപ്പെടുന്നതിന് പകരം, ഈ സ്നേഹം ആസ്വദിക്കുന്നതിന് പകരം എന്നെ ഇപ്പോഴും നയിച്ചിരിക്കുന്നത് ഈ അടിമത്തം, ഭയത്തിൻ്റെ ആത്മാവ്, വെറുപ്പിൻ്റെ ആത്മാവ്, ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ ആത്മാവ് എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജഡത്തെ ഇപ്പോഴും സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. എൻ്റെ ജഡമാണ് എനിക്ക് വലുത്. എൻ്റെ ജഡം എനിക്ക് വലുതാകുമ്പോൾ ദൈവാത്മാവിൻ്റെ സ്വരം, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നില്ല. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാ. ആ വ്യക്തിയിൽ ഈ മഗ്ദല മറിയത്തിൽ ഉണ്ടായ ഒരു സന്തോഷത്തിന്റെ അനുഭവമായിരിക്കും. വേർതിരിവുകളില്ലാതെ, തടസ്സങ്ങളില്ലാതെ ആ വ്യക്തിയുടെ അടുത്തേക്ക് എന്നിട്ട് സ്നേഹിക്കാനും ആലിംഗനം ചെയ്യാനും സ്വന്തമായി കണക്കാക്കാനുള്ള ഒരു ശക്തി ഈ ആത്മാവിൽ നിറയും. ഈ ആത്മാവ് നിറയുന്ന വ്യക്തി ഈ സ്നേഹം അങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്ക് തടസ്സങ്ങളില്ല, വേലിക്കെട്ടില്ല, അതിർവരമ്പുകളില്ല. അവരുടെ ഉള്ളിൽ ഭയമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആത്മാവ് ഉള്ളിൽ ഓരോ ചിന്തകൾ ഇട്ടുതരാൻ തുടങ്ങി. അവിടെ ഈസ്റ്റർ ആഘോഷമുണ്ടായിരുന്നു, ക്രിസ്മസ് ആഘോഷമുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിശ്വാസം എല്ലാത്തിൽ നിന്നും അകലെയായി, അല്പം അകലെയായി മാത്രം സഞ്ചരിക്കുന്ന ഒരവസ്ഥ. അല്പം അകലെയായി അവരിൽ നിന്ന് സഞ്ചരിച്ചെന്നൊരു വചനമുണ്ടല്ലോ. അപ്പം ഇതിനോടൊക്കെ ഒരു മാറ്റം നിൽക്കുമ്പോൾ എന്നിലേക്ക് ഇട്ട ഒരു ചിന്തയുണ്ട്. ദൈവം നിന്നെ അതിയായിട്ട് സ്നേഹിക്കുന്നു. അങ്ങനെ ആ സ്നേഹം എന്താണെന്നും ആത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നുമൊക്കെ ആ ദിവസങ്ങളിലൂടെയൊക്കെ കാണാൻ തുടങ്ങി. പല കാര്യങ്ങളിലൂടെയൊക്കെ അത് സ്വന്തം ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് പല കാര്യങ്ങളും സംസാരിക്കാനായിട്ട് ഒരു ധൈര്യം, ഒരു തീരുമാനങ്ങൾ വിടാൻ പോകുക എന്ന് പറഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടെ നിൽക്കുന്നൊരവസ്ഥ, എളിമപ്പെടുത്താനായിട്ട് പഠിപ്പിക്കുന്നൊരവസ്ഥ, അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് കൂടെ നടക്കും. അപ്പം ഈശോ ഉയർത്തെഴുന്നേറ്റത് എൻ്റെ ജീവിതത്തിൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയൊരു സമയമുണ്ട്. അതേറ്റവും കൂടുതൽ അതൊക്കെ പിന്നെ മറന്ന് ഈ ദിവസങ്ങളിലാണ് കൂടുതലും ആ ചിന്ത ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്? മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം നേടി, സത്യം തന്നെ. പക്ഷെ അതല്ല ആത്യന്തികമായ ലക്ഷ്യം. മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം തരണം, എങ്കിലേ വേറൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അത് ഏറ്റവും അത്യാവശ്യമായ ഘടകം. ഇതിലും വളരെ അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്.
പിതാവായ ദൈവത്തോടും പുത്രനായ മിശിഹായോടും പരിശുദ്ധാത്മാവിനോടും ഐക്യപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരാത്മാവിനെ എത്തിക്കുന്നതാണ് അവൻ്റെ ഉയർപ്പ്. ഈ ഉയർപ്പിലൂടെ അടുത്ത ഒരു വാതിലിലേക്ക് കടക്കുക. ഉയർപ്പ് ഉണ്ടായാൽ മാത്രമേ ഈ വാതിലിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഈ വാതിലിലൂടെ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം മനോഹരമായിട്ട് വചനം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ആ ഏദൻ തോട്ടത്തെക്കുറിച്ച് പറയുന്നത്, ഭൂമിയിൽ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു എന്ന് 2-ാം അധ്യായം 7-ാം വാക്യം മുതൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവിടുന്ന് കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സാധുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. എല്ലാത്തരം കാഴ്ചയ്ക്ക് കൗതുകമായിട്ടുള്ള എല്ലാത്തരം ദൈവം എന്നിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ദൈവം അവനോട് ഉലാത്തുവാനായിട്ട് എല്ലാ ദിവസവും ഈ തോട്ടത്തിലേക്ക് ഐക്യപ്പെട്ടുള്ള സ്നേഹത്തിൽ ബന്ധം സ്ഥാപിച്ച ഒരു ജീവിതം, അപ്പനും മക്കളും തമ്മിലുള്ളൊരു മനോഹരമായൊരു ജീവിതം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ആദവും ഉണ്ടായിരുന്നു. ഇത് നഷ്ടപ്പെടാനായിട്ട് കാരണം വന്നത് എന്താണ്? പിശാച് ഒരു പഴം, ആ പഴം പാപമാണ്. അതിലെ അവൻ്റെ അഹമായിരിക്കാം, അവൻ്റെ ജഡമായിരിക്കാം, അവനിലെ ചിന്തകളായിരിക്കാം, അവൻ്റെ ബലഹീനതകളായിരിക്കാം, അവനെ അതിലേക്ക് ഈ പാപം അവനെ കാർന്നു തിന്നാൻ തുടങ്ങി, പഴം ഭക്ഷിക്കാൻ തുടങ്ങി. അന്നു മുതൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനായിട്ട്, ഈ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം തൻ്റെ ഏകജ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക് നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്, ഉയർപ്പ് കൊണ്ട് നമ്മുടെ ജീവിതം ആഘോഷം കൊണ്ട് തീർന്നു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, നമ്മളെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന് മോചനം നൽകി എന്ന് ക്രൈസ്തവ സഭ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതും അതിന് മുന്നേ പോകുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷെ അടുത്ത ഒരു ലെവലിലേക്ക് നീങ്ങാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നുണ്ടോ? ആ ഡോറിലേക്ക് പ്രവേശിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കടക്കാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് സ്ലീഹന്മാരുടെ ജീവിതത്തിൽ 3 വർഷം കൂടെ താമസിച്ചു. ഉത്ഥാന അനുഭവം ഉണ്ടായോ? ഉണ്ടായെന്ന് പറയാം. അവർ കഥ കടച്ചിരിക്കുകയാണ്. ഭയപ്പെട്ടും ആകുലപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടുമൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നുപോയി. അവർക്കുണ്ടായിരുന്നു തിബേരിയാസിന്റെ കടപ്പുറത്ത് 21-ാം അധ്യായം കാണുന്നുണ്ട്. നിരാശ, ഉത്ഥാനത്തിന് ശേഷം 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ, അതിനു മുമ്പ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഈ 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ മനസ്സും ഹൃദയവും ശരീരവും നിരാശയില്ല, വേദനയില്ല, തിക്കുമുട്ടല്ല, ഇനി എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയില്ല. ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളും പോകുമ്പോഴും ഇതേ മനോഭാവം. ഉത്ഥാനം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായല്ലോ, മനസ്സിൻ്റെ വേദനകൾ എന്തെങ്കിലുമൊക്കെ മാറിയോ? സങ്കടങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറിയോ? 2026 ഈസ്റ്ററും കടന്നുപോയി. ഭാരപ്പെട്ട ജീവിതങ്ങൾ, അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതങ്ങൾ, ബലഹീനമാക്കപ്പെട്ട ഹൃദയവും മനസ്സും ശരീരവുമൊക്കെ ഇതിൽ നിന്നൊരു വിമുക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും. എക്സാക്ട്ലി ശിഷ്യന്മാരുടെ അനുഭവം അതാ. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 5-ാമത്തെ വാക്യം. കുഞ്ഞുമക്കളെ എന്നാ വിളിക്കുന്നത്. മനസ്സ് വ്രണപ്പെട്ട് നിൽക്കുന്നവന്റെ മുമ്പിൽ അച്ഛൻ പറഞ്ഞതുപോലെ കരുണ, ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് വരെ കരുണ ഒഴുകുകയാണ്. ഈ പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് നിന്ദിക്കും, തള്ളിപ്പറയും എന്ന് പറഞ്ഞിട്ട് ആ പത്രോസ് 3-ാം പ്രാവശ്യം തള്ളിപ്പറയുമ്പോൾ അവന്റെ മുഖത്തേക്ക് കരുണയോടൊരു നോട്ടം നോക്കുന്നുണ്ട്.
യുദാസിന്റെ ജീവിതത്തിലുമൊക്കെ ഏറ്റവും അവസാനത്തേക്ക് ദൈവം കരുണയുടെ സ്നേഹത്തിന്റെ മുഖഭാവം എടുക്കുന്നുണ്ട്. അവന്റെ കാല് കഴുകിയിട്ട് പറയുന്നുണ്ട്, യുദാസേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, നീ എൻ്റെ ചങ്ക എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാല് കഴുകി മുത്തി വെടിപ്പാക്കിയിട്ട് അപ്പമെടുത്ത് സ്വന്തം ശരീരം എടുത്ത് കൊടുത്തിട്ട് യുദാസിനോട് വന്നിട്ടുണ്ട്, യുദാസേ മോനെ, ഇതാ എൻ്റെ ശരീരം, നിനക്ക് എന്നെ ഒറ്റിക്കൊടുക്കാൻ ഒരു ബലം വേണം, നീ എനിക്ക് എന്നെ ഒറ്റിക്കൊടുക്കാൻ ഒരു ബലം വേണമെന്ന് പറഞ്ഞ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത്, ഹൃദയത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത്, സ്വന്തം ശരീരമെടുത്ത് സ്വന്തം ഹൃദയമെടുത്ത് അവൻ്റെ ഹൃദയത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ ഈശോ ഒത്തിരി സ്നേഹത്തോടെ അവനെ മാറോടൊന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. യുദാസേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. കരുണയുടെ മൂർത്തി ഭാവം ഒഴുകുകയാണ്. പക്ഷേ ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം യുദാസിനെ കാണാനായിട്ട് പറ്റിയില്ല. സ്ലീഹന്മാർക്ക് അവർ വരും എന്ന് പറഞ്ഞു, മഗ്ദലന മറിയം ഈ സന്തോഷത്താൽ പറഞ്ഞിട്ട് പറഞ്ഞു, ആത്മാവിൽ ഐക്യപ്പെട്ട് സ്നേഹത്താൽ നിറഞ്ഞിട്ട് ഈ മറിയവും മറ്റുള്ളവരും മറ്റ് സ്ത്രീകളും വന്ന് പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു കേട്ടോ, ഞങ്ങൾ ഉത്ഥിതനെ കണ്ടു. ആ രണ്ടുപേര് പിന്നെയും പോവുക കേട്ട് അവര് പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് സ്ലീഹന്മാർ എമ്മാവുസിലേക്ക് പോവുക. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല സ്ത്രീകളും പറഞ്ഞു, ദേ ഉത്ഥിതനെ കണ്ടു എന്ന്. 2026 സഭ പല വൈദികരിലൂടെയും പല അൽമായരിലൂടെയും പല വചന പ്രഘോഷത്തിലൂടെയും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്, സത്യമായും കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ഈ വാക്ക് എൻ്റെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോഴും ഭാരമില്ലാത്ത അവസ്ഥയാണോ? ഭാരം മാറിപ്പോയിട്ടുണ്ടോ? ബലഹീനതകൾ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും അത് തന്നെ നിൽക്കുക. ഭാരം നിറഞ്ഞ് അസ്വസ്ഥപ്പെട്ട് വെറുപ്പിൻ്റെതാകാം, സ്നേഹക്കുറവിൻ്റെതാകാം, ഒറ്റപ്പെടലിൻ്റെതാകാം, നിന്ദനത്തിൻ്റെത്, സഹനത്തിൻ്റെതാകാം, രോഗങ്ങൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകുന്നില്ല, ഒരു തടസ്സം, എവിടെയോ ഒരു ബ്ലോക്ക്. ഈ ഉത്ഥാന അനുഭവം മഗ്ദലനയെ പോലെ ഉത്ഥാനം അനുഭവിക്കാൻ പറ്റുന്നില്ല, സ്ലീഹന്മാരെ പോലെ ഉത്ഥാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. സ്ലീഹന്മാർക്കത് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈശോ ചെന്നിട്ട് എന്നാ ചോദിക്കുന്നത് സ്ലീഹന്മാരോട്? കരങ്ങളെത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. സ്ലീഹന്മാരുടെ അടുത്ത് എന്ന് ചോദിക്കുന്നതാണ്. തിബേരിയാസിൻ്റെ കടപ്പുറത്ത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5-ാമത്തെ വാക്യം ചോദിക്കുന്നതാണ്. ഈശോ ചോദിച്ചു, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? നിങ്ങളുടെ ഈ ഉത്ഥാന അനുഭവം തടസ്സമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്നൊരു മേഖല എന്താണ്? അതാണ് കണ്ടെത്തേണ്ടത്. വർഷം 2026 40 വർഷമായി വരും, 50 വർഷമായി വരും, 30 വർഷമായി വരും, 45 വർഷമായി വരും, ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈസ്റ്റർ ആഘോഷിച്ചു, ക്രിസ്മസ് ആഘോഷിച്ചു, പക്ഷേ സ്റ്റിൽ ലൈഫ് ഈസ് എ സെയിം പാറ്റേൺ. ജീവിതത്തിനൊരു മാറ്റമില്ല, അനുഭവം വരുന്നില്ല. ഒത്തിരി കാര്യങ്ങളത് ഈശോ ബൈബിളിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഈ തടസ്സം അവർക്ക് നിൽക്കുന്നത് ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിചിത്രമായിട്ട് തോന്നിയൊരു കാര്യം, അവർ കൂടെ താമസിച്ചവരാ, 3 വർഷമായിട്ട് കൂടെ താമസിച്ചവരാ. ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ ഉണ്ടും ഉറങ്ങി നടന്നവരാ. പിന്നെ എന്നതാ അവർക്കൊരു ബ്ലോക്കായിട്ട് നിൽക്കുക? അവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ബ്ലോക്ക്. വീണ്ടും പത്രോസ് ആണെങ്കിലോ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പത്രോസ്, നീയാകുന്ന പാറമേ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും. പത്രോസിൻ്റെ അമ്മായിയെ സുഖപ്പെടുത്തിയതാ, സെക്കൻഡുകൾക്കുള്ളിൽ പനി വിട്ടുപോയതാ. യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് അവർ നേരെ ഒരു മാളിക മുറിയിൽ കയറിയിട്ട് ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തിയതാ. ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞ് പെൺകുട്ടിയെ സുഖപ്പെടുത്തിയതാ. നായിമിലെ വിധവയുടെ മകനെ സുഖപ്പെടുത്തിയതാ.
ലാസറിനെ സുഖപ്പെടുന്നത് കണ്ടതാ, മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതാ. ഈ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഇവരുടെ ഹൃദയം, ഈ ഉത്ഥാന അനുഭവം കണ്ട ഇവർക്ക് എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം അനുഭവം അല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിലും ഇതേ കാര്യമാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അപ്പം എടുത്ത് വാഴ്ത്തി, ഏത് വൈദികൻ വാഴ്ത്തിയാലും അപ്പം അത് ശരീരമായി മാറ്റപ്പെടുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അനേകം സൗഖ്യങ്ങളും അനേകം കാര്യങ്ങളും ചുറ്റുപാട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ വേദന, എൻ്റെ ഭാരം എനിക്ക് മാറിപ്പോകുന്നില്ല. ഇപ്പോഴും ഒരു തടസ്സമായിട്ട്, ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് തകർന്നു പോകുന്നു, ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് അവിശ്വസ്തമാകുന്നു, ചെറിയൊരു പ്രശ്നം മതി അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കും, ദൈവം നീ ഉണ്ടോ, നീ എവിടെയാ, എന്തേ ദൈവം പെരുമാറാകാത്ത, ദൈവം ഇടപെടാത്തത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ. ഈശോ പത്രോസിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നതാണ് 21-ാം അധ്യായം 17-ാം വാക്യം, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാ ചോദിക്കുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് മനോഹരമായൊരു വാക്യം കാണാൻ പറ്റും. ഇപ്രകാരം 1-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കും. ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരംഭിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ഇത്. പരിശുദ്ധരും കുറ്റമറ്റവരും നിഷ്കളങ്കരുമായി. എത്ര വിശുദ്ധിയോടുകൂടി ദൈവം എന്നെ കാണുന്നു നോക്കി. എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ, ഒരു വൈദികനായ എന്നെ, ഒരു ആത്മാരായ നിങ്ങളെ എത്രമാത്രം സ്നേഹത്തോടെ, എത്ര വിശുദ്ധിയോടുകൂടിയാണ്. അപ്പം ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. എന്താണ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മളെ എത്തിക്കേണ്ടത് അവൻ്റെ ആ ഉയർപ്പിൽ മാത്രമല്ല എന്ന് ഈശോ പറയുകയാണ്. അത് ആത്മാവിലേക്കുള്ളൊരു യാത്രയാണ്. പരിശുദ്ധാത്മാവിലേക്ക് എത്തണം. അത് അനുഭവിച്ച വ്യക്തിയാണ് മഗ്ദലന മറിയം. മറിയം എന്ന പേര് വിളിച്ച നിമിഷം മുതൽ അവളിൽ ആത്മാവിന്റെ ആനന്ദം നിറയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, അവൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭയം തെല്ലും കൂടാതെ, സ്ത്രീഹന്മാരുടെ പദവിയോ സ്ഥാനങ്ങളോ ഒന്നും നോക്കാതെ, ആ വീട്ടിലേക്ക് രാത്രിയെ ഭയപ്പെടാതെ, അവര് പട്ടാളക്കാരെ ഭയപ്പെടാതെ, ചാരന്മാരെ ഭയപ്പെടാതെ, മഗ്ദലന മറിയവും ഭക്ത സ്ത്രീകളും നേരെ ഓടിച്ചെന്നിട്ട് സ്ത്രീഹന്മാർ പറയാണ്, ഞങ്ങൾ ഉത്ഥിതനെ കണ്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവന് വേണ്ടി ഇനി ജീവിക്കും, നിങ്ങളും ജീവിക്കണമെന്ന് പഠിപ്പിക്കുക. എന്തൊരു സ്നേഹത്തോടെ പോയി പറയാൻ നോക്കി. ഈ ഉത്ഥിതന്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഈസ്റ്ററിലുണ്ടെന്നും ഉത്ഥിതന്. പക്ഷെ നമ്മൾ എങ്ങനെയത് ആഘോഷമാക്കിയത്? എല്ലാം ഒരുമിച്ച് കൂടുന്നു, സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടുന്നു, കൂട്ടായ്മ ഒരുമിച്ച് കൂടുന്നു, നല്ല കാര്യം. പല പല രീതിയിൽ ആഘോഷങ്ങൾ നടന്നു. ചിലർ അപ്പം ഉണ്ടാക്കി, ചിലർ കുപ്പി പൊട്ടിച്ചു, ചിലർ ഇറച്ചി വെച്ചു, ചിലർ പുറത്തേക്ക് യാത്ര പോയി. പക്ഷെ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഹൃദയം തുടിക്കുന്നൊരവസ്ഥ, എൻ്റെ കർത്താവ് എന്നെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുതൽ നൽകിയെന്ന് ഒരാത്മാവ് ഉച്ചത്തിൽ ആനന്ദിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്തുവിലുള്ള ഉത്ഥാനം. അല്ലാത്തത് മാനുഷികപരമായ ഉത്ഥാനാനുഭവമാണ്, മാനുഷികപരമായ ആഘോഷമാണ്. അല്ലാത്തത് ക്രിസ്തുവിലുള്ള ഉത്ഥാനാനുഭവമല്ല. മഗ്ദലന മറിയവും സ്ത്രീഹന്മാരുമാണ് അതിനുള്ള ഉത്തരം നമ്മുടെ മുമ്പിൽ. അവരാത്മാവിൽ ആനന്ദിച്ചു. സ്ത്രീഹന്മാർക്ക് അപ്പോൾ ഉത്ഥാനം ആണോ, വിശുദ്ധനായോ, സന്തോഷം. അതുകൊണ്ട് പത്രോസ് ഓടി കല്ലറയിലേക്ക് പോയിട്ട് നോക്കുകയാണ്. അവിടെ കച്ച മാത്രമേ ഉള്ളൂ. അവൻ കണ്ടു, സാക്ഷ്യപ്പെടുത്തി. ഞങ്ങളുടെ സ്ത്രീഹന്മാർ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. പക്ഷേ സന്തോഷിക്കാൻ പറ്റുന്നില്ല. അവർ സന്തോഷിച്ചു, ക്രിസ്തു മരണത്തിൽ നിന്ന് ഉത്ഥാനം വരുമെന്ന് അവർ
മനസ്സിലാക്കി, സാക്ഷ്യപ്പെടുത്തി. പക്ഷേ അല്പസമയത്തേക്ക് പിന്നെ ഭയം കയറാൻ തുടങ്ങി, പിന്നെ വേദനകളുണ്ട്, അവർ നിരാശ വരാൻ തുടങ്ങി, ലക്ഷ്യം ശരിയാകുന്നില്ലോ, പരാജയമാണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. അവരിട്ടിട്ട് പോവുക. അവർ 2 കൂട്ടർ എമൗസിലേക്ക് പോകുന്നു. കുറച്ച് പേര്, 9 പേര് നേരെ തിബേരിയാസിൻ്റെ കടപ്പുറത്തെ പഴയ പണിയിലേക്ക് വലയെടുക്കാൻ പോകുന്നു. പരാജയപ്പെടുകയും. സ്നേഹമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങൾ പന്തക്കുസ്തായ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയാത്ത നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈ ഒരു അനുഭവമില്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം വ്യർത്ഥമായി പോകും, ശൂന്യതയായി പോകും. ബൈബിൾ വചനം കാണാതെ പഠിക്കും, വ്യാഖ്യാനങ്ങൾ നടത്താം, വചനപ്രഘോഷണം നടത്താം, പക്ഷെ ആത്മാവിൽ ആനന്ദമില്ലെങ്കിൽ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നമുക്ക് എടുക്കാമ്പോൾ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നത്. 21-ാം അധ്യായം ഇവിടെ 7-ാം അധ്യായത്തിലേക്ക് പോ. 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം എന്നാ പറയുന്നത്? കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നതിനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട് അല്ലേ, പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ ഒത്തിരിയേറെ പ്രാവശ്യം എന്നെ ചിന്തിച്ച് ഇങ്ങനെ കാരണം ഈശോയുടെ നാമത്തിലാണല്ലോ ആ വ്യക്തി ചെയ്യുന്നത്. ഈശോയുടെ നാമത്തിലാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നത്, പ്രവചിക്കുന്നത്, ബലിയർപ്പിക്കുന്നത്, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. പിന്നെ രക്ഷ കിട്ടാതിരിക്കുമോ? ആത്മാവുമായി, പരിശുദ്ധാത്മാവുമായി ഐക്യപ്പെടാത്ത, ആത്മാവിൽ ആനന്ദമില്ലാത്ത വ്യക്തിക്ക് അതാണ് തടസ്സം. ഇതൊക്കെ ചെയ്യും, കൃപ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഹൃദയത്തിൽ എളിമയും, ഹൃദയത്തിൽ വിശ്വാസവും, ഹൃദയത്തിൽ സ്നേഹവും, ഹൃദയത്തിൽ വിശുദ്ധിയും ഈ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് അവര് പ്രയാസമെന്നാണ് പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം. ആത്മാവിലുള്ള പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മാവിൽ ഈ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറയണം. ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്നെടുത്ത് വായിക്കാമോ? ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഇവയെല്ലാം ഈശോയെ പ്രതി നഷ്ടമായി കണക്കാക്കും. പൗലോസ്ലീഹ ആരായിരുന്നു? നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം അറിയാം. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏറ്റവും വലിയ ഹൃദയത്തിൻ്റെ ജ്ഞാനെന്ന ഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അവൻ്റെ സ്ഥാനം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ കഴിവ് എല്ലാം പൗലോസിനെ സാവൂളിനെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി. ഈശോ ഹൃദയത്തിൽ 1-ാം സ്ഥാനം വരുന്ന ചിന്ത കൊടുത്തത് ആരാ? പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം അനുസരിച്ച് സാവൂള് പൗലോസായി മാറ്റപ്പെട്ടിട്ട് ആ പൗലോസ് ഇവയെല്ലാം ഈശോയെ പ്രതി നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഒരു വൈദികനായ, ഒരു അൽമായനായാലും ഈശോ ഹൃദയത്തിൽ ആ ഒരു സമ്പന്നത എന്ന് പറയും പരിശുദ്ധാത്മാവ് കൊടുക്കും.
മഗ്ദലന മറിയത്തിൽ അവളുടെ ശരീരമാണ്, ജഡമാണ് അവൾക്ക് ആനന്ദമായി തീർന്നത്. അതിൽ നിന്ന് വിമുക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിൽ ക്രിസ്തു സ്നേഹിതനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൾ അപ്പോൾ തന്നെ ആ സ്നേഹിതനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അനുഭവമായി കഴിഞ്ഞപ്പോൾ അവനു വേണ്ടി ജീവിതം കൊടുക്കാൻ അവനായി അവളുടെ പ്രാണപ്രിയനായി, കാമുകനായി, അതൻ മണവാളനായി, സ്നേഹിതനായി, ദൈവമായി എല്ലാം മാറ്റപ്പെടാൻ തുടങ്ങി. അവനെ സ്നേഹിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവൾ കല്ലറയിൽ തേടിപ്പോയത്. ഇത് സ്നേഹിതനല്ലാതിരുന്നു കഴിഞ്ഞപ്പോൾ, അല്ലാത്ത 3 വർഷം കൂടെ താമസിച്ചിട്ടും ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ, സ്നേഹം അത് ഒരു ലിമിറ്റഡായിന്ന് കഴിഞ്ഞപ്പോൾ കല്ലറയിൽ തേടിപ്പോയില്ല സ്ലീഹന്മാര്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. 8ാമത്തെ വാക്യം, ഈശോയെപ്പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാണ്. അപ്പം നമ്മളൊന്ന് സ്നേഹിക്കാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാലേ, ഈ സ്നേഹമാണ് ഈ ശരിക്കും നിങ്ങൾക്കറിയാം, കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കറിയാം. പ്രേമിച്ചിട്ടുണ്ടോയെന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പ്രേമിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളെല്ലാം പറയില്ലേ, അച്ഛാ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും പല തടസ്സങ്ങളാണ്. നമ്മളെല്ലാവരും പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ്, പല തടസ്സങ്ങളാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും ഉറക്കം കൂടുതൽ വരിക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴായിരിക്കും കൂടുതൽ സഹനങ്ങളുണ്ടാകുന്നത്. പിന്നെ പറയുന്നത് തന്നെ, പ്രാർത്ഥിക്കുമ്പോഴാണ് രോഗങ്ങൾ കടന്നു വരുന്നത്. ഈ രോഗമൊന്ന് മാറിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ചിന്തകളിൽ പാപം വരുന്നത്, ശരീരത്തിൽ പാപം വരുന്നു പറയും, സംസാരത്തിൽ പാപം വരുന്നു പറയും. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴാണ് വീട്ടിലൊത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, കാമുകന്മാർക്ക് ഈ സ്നേഹിക്കുമ്പോൾ ജീവിതത്തിൽ ബലഹീനതകളും പ്രശ്നങ്ങളും ഇല്ലേ? ഉണ്ട്. കാമുകന്മാരായിരിക്കുമ്പോഴും പനി വന്നാൽ അവർ പ്രേമിക്കത്തില്ലേ? ഇല്ലേ? പനി മാറിയിട്ട് പ്രേമിക്കാമെന്ന് പറയുള്ളൂ. ഈ കാമുകന്മാരായിരിക്കുമ്പോഴും സാമ്പത്തിക ബാധ്യതകളില്ലേ? ആ സമയത്ത് ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായി, ഇത് മാറിയിട്ട് നമുക്ക് പ്രേമിച്ചു തുടങ്ങാം ഇനി ബാക്കി എന്ന് പറയുമോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വിവാഹം കഴിച്ച് ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നില്ലായിരുന്നു? സ്നേഹിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നേ. അപ്പം ചിലർ നോക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളിപ്പോഴും സ്നേഹിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? കുടുംബകലം ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഹൃദയത്തിൽ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നോ അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ജീവിതം. നമ്മുടെ ഹൃദയത്തിൽ ഈ സ്നേഹം വളർന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധാത്മാവിലേക്ക് പോകാനുള്ള വഴി ഒന്നാമത് സ്നേഹിക്കുക. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനത്തിന് വില കൊടുക്കുക. ഒന്നാം സ്ഥാനം. 10 പ്രമാണങ്ങളാണ് ഈശോ പറയുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യും. ഒന്നാം സ്ഥാനം ദൈവമായിരിക്കണം. ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതും. 2ാം സ്ഥാനം. ഇത് മാറുമ്പോഴാണ്, ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. സ്നേഹമുള്ളവരെ, ഒരാത്മീയ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കടക്കാതെ രക്ഷപാടാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, ഈശോ ഉയർത്തെഴുന്നേറ്റു, എല്ലാവരും. അതിനുള്ള ഇന്നും അച്ഛൻ പറഞ്ഞതുപോലെ ലാസ്റ്റ് മൊമെന്റ് വരെ ഈ കരുണ എന്നതാ
ഏറ്റവും വലിയ കരുണയുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയാണ് ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഏറ്റവും വലിയ ആഘോഷം, ഏറ്റവും വലിയ കരുണയുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശ്വാസം വിടുന്ന സമയം വരെ എൻ്റെ കാൽപാദത്തോളം ഇറങ്ങി കുർബാന കാത്തിരിക്കുക ഒരാത്മാവിന് വേണ്ടി, ലാസ്റ്റ് മൊമെന്റ് വരെ. ഈ സ്നേഹവും ഈ ആനന്ദവും ഈ എളിമയും ഈ കരുണയും എല്ലാം അതിലുണ്ട്. ദൈവം അവസാനം വരെ കാത്തിരിക്കുന്ന, പാപി അനുദപിക്കുന്ന പാപിയെ കൂട്ടിക്കൊണ്ടുപോകാൻ, അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് വരെ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഇത് ക്രിസ്തുവിനെ നേടുന്നു, ഒന്നാകുക, ഐക്യപ്പെടുക, പഴയതിലേക്ക് കൊണ്ടുപോവുക. ഏതാ? ആ പറുദീസയിൽ ദൈവത്തിൻ്റെ വഴികൾ നോക്കിക്കേ. ആ പറുദീസ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവമായ കർത്താവ് എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ തന്നെ ഗോയിങ് ബാക്ക് ടു ദ സെയിം സ്റ്റേജിലേക്ക്, ആ അന്നുണ്ടായിരുന്ന അവസ്ഥയിലേക്ക്, പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക. ആ പറുദീസയിൽ വീണ്ടും ഐക്യപ്പെട്ട് അപ്പനും മക്കളും ഒരുമിച്ച് ആ കാഴ്ചയ്ക്ക് കൗതുകമുള്ള ആ പറുദീസയിൽ ആനന്ദത്തിൽ ജീവിക്കാനായിട്ട് വീണ്ടും കൊണ്ടുപോവുക. അതുകൊണ്ട് കുറ്റമറ്റവരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ വേണ്ടി അവൻ നമ്മളെ ഓരോരുത്തരെയും തിരിച്ചതിലേക്ക് കൊണ്ടുപോവുകയും. എത്ര സുന്ദരമായ കാര്യം നോക്കിക്കേ. അപ്പം അതിന് ഒന്നാമത്തെ കാര്യം ഏതാണ്? സ്നേഹിക്കുക. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം എടുക്കാം നമുക്ക്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. നമ്മളെല്ലാം പറയുന്നത് ഭയം നമ്മളെ വേട്ടയാടപ്പെടുന്നത്. എന്നെ അങ്ങനെയാണ് ഈശോ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ ഈ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ മുട്ടടിച്ച് വിറയ്ക്കുക. ചില സമയങ്ങളിലൊക്കെ ചില വചനങ്ങൾക്ക് പ്രഘോഷത്തിനായിട്ട് ഒരുങ്ങുമ്പോഴൊക്കെ ഈ കഴിഞ്ഞിടയ്ക്കുണ്ടായ ചില ഒരു ചെറിയ പ്രസംഗങ്ങളാൽ പോലും ചില സമയത്ത് ഒന്നും കിട്ടത്തില്ല. സക്രാരിയുടെ മുമ്പിരിക്കും. എന്നിട്ട് എനിക്കൊരു എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈശോ പറയുന്ന കാര്യം, ഞാൻ സംസാരിച്ചോളാം, ഞാൻ സംസാരിക്കാം, നീ ധൈര്യമായിരിക്കും. അത് ഭയങ്കര ബലമാണ്, അത് ഭയങ്കര ഒരു സ്നേഹമാണ്. ഒരാൾ എൻ്റെ കൂടെയുണ്ടല്ലോ എന്നോട്, എനിക്ക് വേണ്ടി എന്നോടൊപ്പം സംസാരിക്കാൻ. ചില സമയങ്ങളിൽ എൻ്റെ കരങ്ങളൊക്കെ ശൂന്യമാണ്, പക്ഷേ അവിടെ ആ സ്നേഹം തിരിച്ചറിയുക, സംസാരിക്കുന്നത്. ഇതാണ് പറഞ്ഞത്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഈ സ്നേഹിക്കുന്നവര് കാമുകരാണ്, ബലഹീനതകളുള്ളവരാ, ദേഷ്യപ്പെടുന്നവരാകും. പക്ഷേ കാമുകനും ആ ദേഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആളെ അന്ധമായിട്ട് അങ്ങ് സ്നേഹിക്കുക. സ്നേഹത്തിൽ ഭയത്തിന്, ബലഹീനതയ്ക്ക് ഇടമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പൗലോസ് നീ ബലഹീനാണോ? നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്, അത് ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ നിനക്ക് എൻ്റെ സ്നേഹം മതി. പൗലോസ് അതങ്ങ് വിശ്വസിച്ചു. ആ പൗലോസ് ലീഗായാണ് അത് വിശ്വസിച്ചിട്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചത്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. ആത്മാവുള്ളവന് ബലഹീനതയെ നേരിടാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് ശക്തിയില്ല, നമുക്ക് ധൈര്യമില്ല, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല. ഇല്ലാത്ത വ്യക്തി എന്നാന്നറിയാമോ? ആത്മാവില്ലാത്ത വ്യക്തി മരണമാ.
അതുള്ളിടം മുഴുവൻ നശിപ്പിക്കും. ആ വ്യക്തി തിന്മയും കയ്പും വിഷവും ചീറ്റി ചീറ്റി അത് നശിപ്പിക്കും. അവിടെ ഒരു കൂട്ടായ്മയാകാം, ഒരു ദേശമാകാം, ഒരു ഇടവകയാകാം, നശിപ്പിച്ചു കളയും. ഈ ആത്മാവ് വ്യാപരിക്കുന്നു. എല്ലാത്തിനോടും എതിർപ്പായിരിക്കും, നിസ്സംഗ മനോഭാവമായിരിക്കും. ഈ ആത്മാവില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ ഭയം കീഴ്പ്പെടുത്തും, ബലഹീനത കീഴ്പ്പെടുത്തും. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. അതന്നെ ഈ പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നത്. എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ടാവും. എന്തിനോടും അത് ക്രിസ്തു മാത്രമായിരിക്കും, ഈശോ മാത്രമായിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് ഈ പദവികൾ നോക്കാതെ മഗ്ദലന മറിയം ഓടിപ്പോയിട്ട് സ്നേഹം, ഞാൻ ക്രിസ്തുവിനെ കണ്ടു എന്നുള്ള ധൈര്യം കിട്ടിയത്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. അത്രയും ദിവസം വരെ മഗ്ദലന മറിയം അവരുടെ പിറകിലായിരുന്നു. ഈ സ്നേഹന്മാരുടെ ഒരു വാക്ക് പറയാനോ മുന്നോട്ട് പറയാനോ ഒന്നുമില്ല, ബിഹൈൻഡ് ദ കർട്ടൻ. പക്ഷെ ഇന്ന് സ്ലീഹന്മാർ ബിഹൈൻഡ് ദ കർട്ടൻ പോവുകയും മഗ്ദലന മറിയം ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യുക. സ്നേഹം നിറഞ്ഞ വ്യക്തിയിൽ ഇതായിരിക്കും. സ്റ്റെപ്പ് മാറി. അപ്പോൾ നമ്മൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം ഇതാണ്: സ്നേഹം നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് നിറയപ്പെടാനുള്ള ദിവസങ്ങളിൽ പരിശ്രമിക്കേണ്ട കാര്യം ഇതാണ്. 2 കാര്യങ്ങൾ: 1 സ്നേഹിക്കുക, 2 വിശ്വസിക്കുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കാമുകന്മാർ കുറവുകളുണ്ടായിട്ടും അവൻ പരസ്പരം വിശ്വസിക്കുക. ഞാൻ കാലടിയിലായിരുന്നപ്പോൾ 2 ചെറുപ്പക്കാരെന്നെ കാണാൻ വന്നു. ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഷോക്കടിച്ച പോലെ ഇരിക്കുന്നു. എൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ നീണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പം അവൻ ചോദിക്കുക, അച്ഛാ എന്നാ അച്ഛാ എന്നെ ഇങ്ങനെ വേറിട്ട ജീവിയെ പോലെ നോക്കുന്നേ? കാരണം അവൻ്റെ ഈ തലമുടി എന്നാ പറയുക, നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഈ പ്ലഗിൽ സോക്കറ്റ് കൂട്ടിക്കഴിഞ്ഞ് കത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ സാധനം പോകുന്നത് പോലെ എൻ്റെ തലമുടിയൊക്കെ നിൽക്കുന്നത്. അപ്പം അച്ഛൻ എന്നെ ഒരു ബഹിരാകാശത്തുനിന്ന് വന്ന അന്യഗ്രഹ ജീവിയെ പോലെ കാണുമെന്ന് ചോദിച്ചു. അതുപോലെ ഇരിക്കുന്ന ഷേപ്പ് തന്നെ. അപ്പം ഞാനിങ്ങനെ ഇല്ല കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവളാണെങ്കിൽ സുന്ദരിയും. അപ്പം ഞാൻ തമാശ രൂപേണ അവർ കുറച്ച് കമ്പനിയൊക്കെ ആയി ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോളെ നീ ഇവനെ എന്ത് കണ്ടിട്ടാ സ്നേഹിച്ചെന്ന് ഞാൻ ചോദിച്ചു. ഈ ഷോക്കടിച്ചിരിക്കുന്നവനെ പോലെ കണ്ടിട്ട് എന്ത്? അപ്പോൾ അവളോട് പറയുക, സ്നേഹത്തിൻ്റെ മുമ്പിൽ സൗന്ദര്യമില്ല. ഞാനാകപ്പാടെ ഞാനിതായിട്ട് പറയില്ല, അവർക്ക് 2 പേർക്കും അറിയാം അവൻ്റെ സൗന്ദര്യത്തിൽ. അവൻ തന്നെ പറഞ്ഞച്ചാ, ഞാൻ വലിയ സൗന്ദര്യവാനൊന്നുമല്ല, പക്ഷെ ഇവിടെ എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവളോട് പണ്ടേ പറഞ്ഞു, അവൻ ഇരുനിറമാണ്, അവൾ നല്ല വെളുത്തതും കാണാൻ നല്ല ഭംഗിയും. എനിക്കറിയത്തില്ല ഇവൾക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷെ അവൾ പറയുക, അവൻ്റെ സ്വഭാവം ആകാരവടിവോ സൗന്ദര്യമോ ഒന്നും അല്ലല്ലോ. പക്ഷെ അധികം നാളത് നീണ്ടുപോയില്ല. പിന്നീട് അത് വരുന്നുണ്ട്. തെറ്റിപ്പിരിഞ്ഞ് പോയിട്ട് അവർ തന്നെ സ്വയം പോയിട്ട്, ഞാൻ പിരിക്കാനൊന്നും പോയില്ല, ഞാൻ ഒന്നും പറയാനും പോയില്ല. ഞാൻ പറയത്തേ ഉള്ളൂ, നിങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് പാടില്ല. ഈശോ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നടക്കാൻ പാടില്ല, തകർന്നു പോകും. അപ്പനും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാ, ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. അപ്പം ഇവൻ പിന്നീടത് മാറ്റപ്പെടുന്നുണ്ട്. അപ്പം അവൻ്റെ ഷോക്കടിച്ച അവസ്ഥയൊക്കെ മാറി
മര്യാദയായി ഷോക്ക് അടിപ്പിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു. തലമുടിയൊക്കെ മര്യാദയ്ക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. വേറെ അവന് നല്ല ജോലിയൊക്കെ ആയിട്ട് നല്ല വേറെ വിവാഹമൊക്കെ കഴിച്ച് നല്ല ജീവിതമൊക്കെ നയിക്കുന്നു. അപ്പോൾ എൻ്റെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഇതാണ്, അവൻ്റെ സൗന്ദര്യമല്ല, പക്ഷേ അവൻ്റെ സ്വഭാവം എന്നെ ആകർഷിച്ചു. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. പൂർണ്ണമായ സ്നേഹം പിന്നൊന്നും കാണത്തില്ല മുന്നിലൊന്നും. ഇത് വ്യക്തിയായി. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ഈ ഭയം, ശിക്ഷിക്കപ്പെടുമോ, ഇങ്ങനെ ചെയ്തില്ല ശിക്ഷിക്കുമോ, ഇത്രയും പ്രാർത്ഥിച്ചില്ല ശിക്ഷിക്കുമോ, ഇത്രയും കുരിശിൻ്റെ വഴി ചെല്ലില്ല ശിക്ഷിക്കുമോ, അയ്യോ ഇത്രയും ഉപവാസം എടുത്തില്ല ശിക്ഷിക്കുമോ, അയ്യോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ചെല്ലിയില്ലെങ്കിൽ, ഇത് മുഴുവിപ്പിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമോ. പൂർണ്ണമായ സ്നേഹം, ഭയം ശിക്ഷയെക്കുറിച്ച്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഇപ്പോഴും ബലഹീനതകൾ എന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ഭയം ഒരു ബലഹീനതയാണ്. ഞാനെന്ന ഭാവം ഒരു ബലഹീനത, അതിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്നേഹമായിട്ടില്ല. എൻ്റെ ശരീരം, ജഡം, ആസക്തികൾ പലതാണ്. എൻ്റെ ജഡത്തിൽ പല ആസക്തികളുണ്ട്. വസ്തുക്കളോടുള്ളൊരു പ്രണയമുണ്ട്, വ്യക്തികളോടുള്ള പ്രണയമുണ്ട്, ഭക്ഷണത്തോട് പ്രണയമുണ്ട്, പലതിനോടും, വസ്ത്രത്തോട്, പല കാര്യങ്ങളോടും പ്രണയമുണ്ട്. ചെറുതായിട്ട് പോലും പ്രണയമുണ്ടെങ്കിൽ അത് എന്നെ സ്നേഹത്തിൽ പൂർണ്ണത എത്തിയിട്ടില്ല, ആത്മാവിലല്ല ജീവിക്കും. സ്നേഹമുള്ളവരെ, ക്രൈസ്തവരെന്ന് മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, ക്രൈസ്തവരെന്ന് മാത്രമല്ല, ഗ്രീക്കുകാരെന്നല്ല, യഹൂദരെന്നില്ല, എല്ലാവരും ആത്മാവിൻ്റെ ഐക്യത്തിലേക്ക് എത്തണം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇതിലേക്ക് എത്താത്തോളത്തോളം കാലം അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് 1 തെസ്സലോനി 4 പറയുന്നുണ്ട്, അസന്മാർഗതയിൽ ജീവിച്ച് സന്മാർഗത്തിൽ അസന്മാർഗതയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമാകാത്ത ജീവിതം എന്തും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവേ കർത്താവേ എന്ന് ദാനം ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ ദാനം ചെയ്യുന്നുണ്ട്, ഒത്തിരി പേർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കുകയാണ്, ഇന്നൊരാളെ സഹായിക്കണം, കൊടുക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ. ഞാൻ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല. ആത്മാവെത്തേണ്ടത് ഈ മേഖലയിലാണ്. ഇതാണ് പിശാചിന് ഇഷ്ടമില്ലാത്ത. അതുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല, നീ തകർന്നു, നശിച്ചു. അത് പറയുന്നത് സത്യമല്ല, അവൻ പറയുന്നത് കള്ളമാണ്, അവനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ ഐക്യം ആനന്ദമാ, പിതാവിൻ്റെ സ്വപ്നം. ഈ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാ പുത്രനായ ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബലിപീഠത്തിൽ കിടന്ന് പെടഞ്ഞു മരിച്ചിട്ട് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി ഇതാ മരണത്തിൽ നിന്ന് രക്ഷയിലേക്ക് കൊണ്ടുപോകാം, ഞാൻ മരണത്തിൽ നിന്ന് ഉയർപ്പ് കൊണ്ടുതരാം, പാപത്തിൽ നിന്ന് മോചനം നൽകാം. ഈ എന്തിനു വേണ്ടിയിട്ടാ? ഈ ആത്മാവിന്റെ ഐക്യത്തിലേക്ക് എത്തണം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങള്. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തിന്റെ നിയമം എന്ന് പറഞ്ഞേക്കുന്നേ? ജീവാത്മാവിന്റെ നിയമം, പരിശുദ്ധാത്മാവിന്റെ നിയമമായത്. ആ പരിശുദ്ധാത്മാവാണ് ആഗ്രഹിക്കുന്നത് നിന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയിരിക്കുക. നിന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രനാക്കുന്നത് ഈ ജീവാത്മാവിന്റെ നിയമമാണ്. മനസ്സിലാകുന്നുണ്ടോ? കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? വളരെ ഈശോ ആഗ്രഹിക്കുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ, സിമ്പിളായിട്ട് സ്നേഹിക്കുക.
ആ സ്നേഹിക്കാനുള്ള വഴികളാണ്. ഇത് ഈ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം. പരിശുദ്ധാത്മാവിൻ്റെ നിയമമാണ് നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉയർപ്പ് കിട്ടുക, പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയമമാണ്. അതിൽ നിന്ന് അത് ക്രിസ്തുവിലൂടെ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടി. ക്രിസ്തുവിലൂടെ അതൊരു മനുഷ്യ വ്യക്തിയായിട്ട് ജീവിച്ച് ഇതിൽ നിന്ന് വിമുക്തി പ്രാപിക്കണമെന്ന് അവൻ ജീവിച്ച് കാണിച്ചു തരികയാണ്. നമ്മൾ അവനെ ഇങ്ങനെ ഒരു പ്രത്യേക ഫിഗറായിട്ട് കണ്ടിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ജീവിക്കത്തില്ല, അവനെ ഒരു ഫിഗറായിട്ട് കണ്ടങ്ങ് പോവുക. എന്നിട്ട് നമ്മൾ അവനോട് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വിടുതൽ കിട്ടണം. എങ്ങനെ വിടുതൽ കിട്ടണം? എനിക്ക് ഈ തിന്മയിൽ നിന്നെല്ലാം വിടുതൽ കിട്ടണം, എനിക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടണം. നോ, നമ്മൾ സ്വയം അധ്വാനിക്കണം. അവനും മനുഷ്യ വ്യക്തിയാണ്, നമ്മളൊരു മനുഷ്യ വ്യക്തിയാണ്. നമുക്കും അധ്വാനിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അവൻ കാണിച്ചു തരികയാണ്. അവൻ നമ്മളെ സഹായിക്കും. കാരണം അവൻ പിതാവിൻ്റെ പുത്രനാ. നമ്മൾ അതിനോട് പൊരുത്തപ്പെടണം. അതുകൊണ്ട് ഇതെത്താതെ നമുക്ക്, അതുകൊണ്ടാണ് ഈ ശുദ്ധീകരണ സ്ഥലവും അത് ഈ ഭൂമിയിൽ വെച്ച് സ്ഥാപിതമായാൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയമങ്ങൾ നമ്മുടെ ഉള്ളിൽ വളർന്നാൽ നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലം ഇല്ല. അല്പസമയം അത് കാണുകയുള്ളൂ, അല്പസമയം. അതുകൊണ്ടാണ് ഫൗസ്തീനോട് ചോദിക്കുന്നത്, ഫൗസ്തീനെ, ഞാൻ അനുവദിക്കുന്ന ഒരു ശുദ്ധീകരണം ഈ ലോകത്തെ നീ വെച്ച് നേടിയെടുത്താൽ പിന്നെ എനിക്ക് നിനക്ക് ശുദ്ധീകരണ സ്ഥലത്തൂടെ കടന്നു പോകേണ്ടി വരത്തില്ല. അത് ഈ ജീവാത്മാവിൻ്റെ നിയമം നമ്മുടെ നിയമമാക്കി മാറ്റണം. കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നമുക്ക് അടുത്ത വാക്യം വായിക്കാം. 3-ാമത്തെ വാക്യം, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട ദൈവം അത് ചെയ്തു തന്നു. ശരീരത്താൽ സാധ്യമല്ലാത്ത ബലഹീനമായിട്ട നിയമത്തിന് അസാധ്യമായൊരു കാര്യം ദൈവം അത് ചെയ്ത് കാണിച്ചു തന്നു. പുത്രനായ മിശിഹായിലൂടെ അത് ചെയ്ത് നമുക്ക് ആ ഒരു കടമ്പ കടത്തിവിട്ടു. ഏതാ? മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു മോചനം പുത്രനായ മിശിഹായിലൂടെ ഒരു കടമ്പ നമുക്ക് സാധ്യമാക്കി തന്നു കേട്ടോ. ഇനിയാണ് അടുത്ത കാര്യം. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കടന്നു, മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നുള്ള മോചനം. അതുകൊണ്ടാണ് പറയുന്നത് ഇനി മരണമില്ല, ഇനി പാപം നമ്മളെ വേട്ടയാടപ്പെടാൻ നമ്മൾ അനുവദിക്കുന്നതല്ലാതെ അല്ലാതെ നമ്മളെ വേട്ടയാടപ്പെടത്തില്ല. ഇനി വീണ്ടും അടുത്തതാണ് പറയുന്നത്, അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി ശിക്ഷ വിധിച്ചു. 4-ാമത്തെ വാക്യം, ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്കൊരു ചിന്തയിട്ട് തരിക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ, നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ അല്ലേ? മാപ്പിൽ പേര് വിളിച്ച് പറയും, ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കിലോമീറ്ററുകളുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ ഇത്ര മൈലുണ്ട്. ചില സൈൻ ബോർഡുകളുണ്ട്. ഇവിടുന്ന് ഡണ്ടിന്ന് പെർത്തിലേക്ക് പെർത്തുണ്ട്, ഗ്ലാസ്കോ, എഡിംബ്ര, അല്ലെങ്കിൽ ബർമിംഗ്ഹാം. അവിടെ ഓരോ അല്ലെങ്കിൽ മോട്ടോർവേയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് M9, M1, M6 ഇതെല്ലാം കൃത്യമായിട്ടൊക്കെ ഇട്ട് തരുന്നുണ്ട്. സൈൻ ബോർഡ് അതാണിത്. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള ജീവാത്മാവിൻ്റെ നിയമം ഒരു സൈൻ ബോർഡായി നമുക്ക് മുന്നോട്ട് പോകാൻ ക്രിസ്തുവിൻ്റെ ഈ ഉത്ഥാനം ഒരു സൈൻ ബോർഡാണ്. അതിലേക്കെത്താൻ, ഈ ഐക്യത്തിലേക്ക് എത്താൻ, പിതാവ് ആഗ്രഹിക്കുന്ന കൂട്ടായ്മയിലേക്കെത്താൻ. അത് എന്താണെന്ന് വീണ്ടും പറയുകയാണ്. വീണ്ടും ആത്മാവിൻ്റെ പ്രചോദനം അനുസരിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലം. എന്തെന്നാൽ ജഡികമായിട്ട് ജീവിക്കുന്നവരെപ്പോഴും ജഡിക കാര്യങ്ങളിലാ
ചിന്ത, സംസാരം, കൂട്ടായ്മ, സൗഹൃദങ്ങള്, ബന്ധങ്ങള്, സാധനങ്ങള്, ഭക്ഷണം, വസ്ത്രം. സംസാരം എപ്പോഴും ജഡിക കാര്യങ്ങളെ പറ്റിയാ. ലോകത്തിന്റെ കാര്യങ്ങളും യുദ്ധങ്ങളും സംവിധാനങ്ങളും ന്യൂസുകളും അതിങ്ങനെ കേട്ട് 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 പോവുക. കണ്ടിന്യൂസ് അതാ ചർച്ച അല്ലേ? ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ച മുഴുവൻ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധങ്ങളെ പറ്റി കണ്ടിന്യൂസ്, അതിനെപ്പറ്റിയുള്ള വേവലാതികളും വ്യഗ്രതകളും അസ്വസ്ഥതകളും ഇങ്ങനെ ചർച്ച ചെയ്ത് മണിക്കൂറുകൾ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എലക്ഷൻ, ചില വീട്ടുകളിൽ കുടുംബ പ്രാർത്ഥന പോലും ഇല്ല. പണിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാൽ ഏഷ്യാനെറ്റും കൈരളിയും ഹിന്ദും മനോരമയും മാതൃഭൂമി ഓണാക്കി വെച്ച് മാറി മാറിയുള്ള ചർച്ചകൾ. ഇതിനകത്ത് എന്തെങ്കിലും ആത്മീയമായിട്ട് ഫലം ഉണ്ടാവുന്നുണ്ടോ? അവസാനം വരുമ്പോൾ ഒരു തീരുമാനം എന്തെങ്കിലും ഉണ്ടോ? ഒരു തീരുമാനവുമില്ല. ഇവരെന്നതായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതും അറിയത്തില്ല. ആരെപ്പറ്റിയാണ് പറഞ്ഞു വെച്ചാൽ സ്വന്തം കാര്യത്തെക്കുറിച്ചല്ലെന്ന് മാത്രം അറിയാം, ആരെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതും അറിയത്തില്ല. ഇപ്പം ആരാ കേരളം ഭരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറയും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയും, അതും അറിയത്തില്ല. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പലരും. കിളി പോയി നിൽക്കുകയെന്ന് പറയത്തില്ലേ, അത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം. അപ്പം ഇത് ജഡിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ, ജഡിക കാര്യങ്ങൾ ചില സൗഹൃദ കൂട്ടായ്മകളിലേക്ക് എന്ന് കഴിഞ്ഞാലോ അവരുടേതായ പൊങ്ങച്ചങ്ങളും അവരുടേതായ രീതികളുമൊക്കെയാണ്. അത് ചെയ്ത് ഇത് ചെയ്തു എന്നൊക്കെയാണ്. ചിലരോട് എന്ന് ചോദിച്ചാൽ ചില ബ്രാൻഡുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പലതര ബ്രാൻഡുകൾ, മദ്യം മാത്രമൊന്നുമല്ല, ചില വണ്ടികൾ, വസ്ത്രങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ. ജഡിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ, അതിനകത്ത മനസ്സ് ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നില്ലെങ്കിൽ ശിക്ഷാവധിയാന്ന് പറഞ്ഞ് ഐക്യപ്പെടും. ഇതാണ് പിശാച് എതിർക്കുന്നത് എപ്പോഴും. ലോകത്തിലെ സംവിധാനങ്ങൾ, ചർച്ചകൾ എതിർക്കുന്ന എപ്പോഴും ഇതാണ്. മനസ്സിൽ ഈ മരവിച്ചവര്, ഈ ഐക്യമില്ലാത്തവരെപ്പോഴും ഈ കാര്യത്തോട് എതിർപ്പായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തു പറഞ്ഞാലും എതിർപ്പായിരിക്കും. അത് കൊച്ചു കൊച്ചു കാര്യങ്ങളായി നമ്മുടെ മനസ്സിലും എതിർപ്പുകളുണ്ട്. ഇങ്ങനെ എന്തിനേയും എതിർക്കും, പോസിറ്റീവായിട്ട് കാണത്തില്ല. അത് പരിശുദ്ധാത്മാവല്ല, അത് ദുരന്തമാ, നശിപ്പിക്കും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ കൂട്ടായ്മയും. അത് പരിശുദ്ധാത്മാവല്ല, തിരിച്ചറിയണം. വീട്ടിൽ 2 പേര്, ഭാര്യയും ഭർത്താവും ഈ പ്രാർത്ഥനയുടെ ഐക്യത്തിലല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെല്ലാം ഒരു പരാജയമായിരിക്കും പലതും. പിന്നെ ഒരു തട്ടുമുട്ടലിൽ അങ്ങ് പോവുക, ഒരു അവസ്ഥയിൽ അങ്ങ് പോവും, ദൈവത്തിൻ്റെ കരുണയിൽ അങ്ങ് പോകുന്ന അവസ്ഥയത്. അതുകൊണ്ട് ഐക്യപ്പെടുക. പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത്, ആ പരിശുദ്ധാത്മാവിനാണ് നയിക്കുന്നത്. 14-ാമത്തെ വാക്യം എന്നതാ, റോമ 8:14. ഉം 15. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഭയത്തിൻ്റെ ആത്മാവല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ. ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തം. വീണ്ടും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പോയിട്ടും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോയിട്ടും, ഒരു ധ്യാനം കൂടിയിട്ട് പോയിട്ടും എന്നും ഈ അസ്വസ്ഥതയാണല്ലോ. അത് ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവല്ലത്. പിന്നെ എന്തുകൊണ്ട് എനിക്കിത് വരുന്നത്?
എൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ ശക്തി നിറയപ്പെടുന്നതിന് പകരം, ഈ സ്നേഹം ആസ്വദിക്കുന്നതിന് പകരം എന്നെ ഇപ്പോഴും നയിച്ചിരിക്കുന്നത് ഈ അടിമത്തം, ഭയത്തിൻ്റെ ആത്മാവ്, വെറുപ്പിൻ്റെ ആത്മാവ്, ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ ആത്മാവ് എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജഡത്തെ ഇപ്പോഴും സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. എൻ്റെ ജഡമാണ് എനിക്ക് വലുത്. എൻ്റെ ജഡം എനിക്ക് വലുതാകുമ്പോൾ ദൈവാത്മാവിൻ്റെ സ്വരം, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവാത്മാവ് നയിക്കപ്പെടുന്നില്ല. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാ. ആ വ്യക്തിയിൽ ഈ മഗ്ദല മറിയത്തിൽ ഉണ്ടായ ഒരു സന്തോഷത്തിന്റെ അനുഭവമായിരിക്കും. വേർതിരിവുകളില്ലാതെ, തടസ്സങ്ങളില്ലാതെ ആ വ്യക്തിയുടെ അടുത്തേക്ക് എന്നിട്ട് സ്നേഹിക്കാനും ആലിംഗനം ചെയ്യാനും സ്വന്തമായി കണക്കാക്കാനുള്ള ഒരു ശക്തി ഈ ആത്മാവിൽ നിറയും. ഈ ആത്മാവ് നിറയുന്ന വ്യക്തി ഈ സ്നേഹം അങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്ക് തടസ്സങ്ങളില്ല, വേലിക്കെട്ടില്ല, അതിർവരമ്പുകളില്ല. അവരുടെ ഉള്ളിൽ ഭയമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അവിടെ സ്നേഹിക്കുന്നവരാകണം. ഈ സ്നേഹത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അതെ, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. ഇത് ക്രിസ്തുവിനെ നേടാനായിട്ടാ, ഈശോയെ നേടാൻ വേണ്ടിയിട്ടാ. നമ്മൾ ഈശോയെ നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒത്തിരി പേരെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, ഈശോയുടെ നാമത്തെ പ്രതി ഞാൻ പലതും ചെയ്യുകയാണ്, ഞാൻ മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു തെറ്റ് മനസ്സിലാക്കുന്നില്ല ആരും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈശോയുടെ നാമത്തെ പ്രതി ഞാൻ മിണ്ടാതിരിക്കുകയാണ്, ഈശോയുടെ നാമത്തെ പ്രതി ഞാനിത് ദാനം ചെയ്യുകയാണ്, ഈശോയുടെ നാമത്തെ പ്രതി ഞാൻ ഈ സന്തോഷം പങ്കിടുകയാണ്, ഈശോയുടെ നാമത്തെ പ്രതി ഞാനിത് മറക്കുകയാണ്. അങ്ങനത്തൊരു കാര്യമുണ്ട്. എന്നതാ? സ്വന്തമായി ഞാൻ. അത് പരിശുദ്ധാത്മാവല്ല, അത് ഞാൻ സ്വയം ഉണ്ടാക്കിയ ഒരു സെന്റൻസാ. ആത്മാവിൽ നിറയുന്ന വ്യക്തി അത് പറയില്ല, ചെയ്യുകയുള്ളൂ. അതാ ഇവിടെ പറയുന്നത്. ഇത് ക്രിസ്തുവിനെ നേടണം. പൗലോസ് എങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എവിടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈശോയുടെ നാമത്തെ പ്രതി ഞാൻ നിങ്ങൾക്കൊണ്ട് ചെയ്യുക അല്ല. ആത്മാവിൽ ആനന്ദിച്ച് അവൻ പറയുന്നു, ഒന്നും കുറയാതെ 100 അടി വീതം എന്റെ ശരീരത്തെ നേടിയെടുത്തു. സഹനം, അതാണ് ആത്മാവിന്റെ സ്വരം. ബാക്കിയുള്ളതൊന്നും തിരിച്ചറിയണം. അതുകൊണ്ട് വിവേചിച്ചറിയാൻ പറയുന്നുണ്ട് പൗലോസിലേക്ക് പലയിടത്ത്. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ, റോമാലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, വിവേചിച്ചറിയും. ആത്മാവിന്റെ സ്വരം വിവേചിച്ചറിയണം. ചിലപ്പോൾ നിശബ്ദമായിരിക്കാൻ പറയും, ചിലപ്പോൾ ഒന്നും പ്രവർത്തിക്കരുതെന്ന് പറയും, ചിലപ്പോൾ മിണ്ടാതെ പോകാൻ പറയും. ക്രിസ്തുവിനെ പ്രതി നീ നേടിയെടുക്കണം. ക്രിസ്തുവിൻ്റെ സ്വരമാണ്, ക്രിസ്തുവിനെ നേടിയെടുക്കണം. അതുകൊണ്ട് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല, പിന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസം. നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നമ്മളൊത്തിരി നീതിയെക്കുറിച്ച് പറയാറുണ്ട്. ഒത്തിരി ടി വിയിലൊക്കെ കാണുന്ന നീതി ലഭിച്ചു, ആ അമ്മയ്ക്ക് നീതി ലഭിച്ചു. നിയമം വഴി കിട്ടിയ നീതിയാ, അത് നീതിയല്ല. ദൈവരാജ്യത്തിൽ നീതിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കേണ്ട നീതി ഉണ്ടെങ്കിൽ ആത്മാവിനാൽ നേടിയെടുക്കുന്ന നീതിയാ നീതി. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ നേടിയെടുത്തതാണ് യഥാർത്ഥ നീതി. അല്ലാത്തത് ദൈവരാജ്യത്തിൽ നീതിയല്ല. എന്ത് സംഭവമാണെങ്കിലും, അത് സഭയിൽ നിന്നാകാം, ഗവൺമെന്റിൽ നിന്നാകാം, എന്ത് സാഹചര്യത്തിൽ നിന്നാകാം. എൻ്റെ ആത്മാവിൽ ക്രിസ്തുവാകുന്ന സ്നേഹം, വിശ്വാസം നിറയപ്പെടുന്ന ഒരു ആനന്ദം കിട്ടുന്നതാണ് യഥാർത്ഥ നീതി. ദൈവരാജ്യത്തിലെ കോടതിയിലുള്ള വാക്പോര്, ആ നീതി കിട്ടിയോ എന്നുള്ളതാ. ക്രിസ്തുവാകുന്ന വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞതിലുള്ള ആനന്ദം.
ഒത്തിരി ഗഹനമായതിലേക്ക് പോകുന്നില്ല, എന്നാലും അതൊന്ന് ആ വചനം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാ. ആത്മാവിലുള്ള ആനന്ദം, അതുമാത്രം നിങ്ങളങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ആത്മാവിൽ ആനന്ദിക്കുക. ബാക്കി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഓരോ കാര്യങ്ങൾ. സ്നേഹമുള്ളവരെ, ഇത് ഈ ആത്മാവിലുള്ള ആനന്ദത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ആദവും ഹവ്വായും. ഈ ആത്മാവിൻ്റെ എപ്പോഴും ആനന്ദം, എപ്പോഴും ആനന്ദം. അതുകൊണ്ടാണ് ഈ ആനന്ദം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ദൈവം ഉലാത്താൻ വന്നുകൊണ്ടിരുന്നത്. കണക്റ്റഡ് ആയിരുന്നു, ചാർജ് കണക്റ്റഡ് ആയിരുന്നു. ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലഗ് സോക്കറ്റുമായിട്ട് കണക്ട്, അതിൽ നിന്ന് വൈദ്യുതി പ്രവഹിക്കുന്നത് കൊണ്ടാണ് ഫോൺ ചാർജ് ആകുന്നതും അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നതും. അതില്ലെങ്കിൽ തിളങ്ങാതെ ചാർജ് ആകുന്നില്ലെങ്കിലും മരിച്ച അവസ്ഥയാണ്, ഉപയോഗശൂന്യമാണ്. സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. വേർതിരിവുകളൊന്നുമില്ല ആരോടും. അവർക്ക് അവരുടേതായ വെളിപ്പെടുത്തലുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നാണ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. ഈ ആത്മാവിൻ്റെ ഐക്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം. കരമതി പറഞ്ഞേ ഹല്ലേലൂയ.